അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നാട്ടിൽ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നീലേശ്വരം. അപ്പോൾ ഞാനിതാ വീട്ടിലാണ്. വീട്ടിൽ നിന്ന് ഇനിയിപ്പം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വീഡിയോയും കൂടി ഇടണമല്ലോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് പുറപ്പെടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ഇതാ 2 മരുമക്കളും സുഖിച്ചിരുന്ന് TV കാണുന്നുണ്ട്. പിന്നെ രാവിലത്തെ ഫുഡെല്ലാം പ്രിപ്പയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏതായാലും ഫുഡെല്ലാം കഴിച്ച് ഉച്ച ആകുമ്പോഴത്തേക്കും വണ്ടി വിടാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വന്ന ദിവസം എടുത്തത് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ അത് കഴിഞ്ഞതിന് പിറ്റേ ദിവസം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല കാലാവസ്ഥ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മുറ്റത്തെ ഒരു വ്യൂ എന്ന് പറയാൻ. ചെടികളൊന്നുമില്ല ഇവിടെ. പിന്നെ ഈ കാണുന്നതെല്ലാം കുറേ ആക്രി സാധനങ്ങളുണ്ട് എന്ന് പറയാം. കാരണം ഇത് വേറൊന്നല്ല, മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട്. അപ്പോൾ അമ്മമ്മേൻ്റെ വീട് പൊളിച്ച് അതിനകത്തുള്ള ഫർണിച്ചറും കാര്യങ്ങളെല്ലാം കുറേയെല്ലാം നമ്മൾ വീടിൻ്റെ സൈഡിലും അവിടെ ഇവിടെയെല്ലാം ആയിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വീട് മൊത്തം ഒന്ന് അലങ്കോലായി കിടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാനും സിസ്റ്ററും കൂടിയിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല അടിപൊളി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ അച്ചാച്ചനും മക്കളും കൂടി കളിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും അനിയത്തിയാണ് കേട്ടോ ഇരുന്ന് കുറച്ച് സമയം കുശലം പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം പോക്ക് അത്ര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ ടൈമും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അച്ചാച്ചനും മക്കളും കൂടി കളിയാണ് കേട്ടോ. ഒരാൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് തുള്ളി കളിക്കുക. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ റെഡി ആയിട്ടോ പോകാൻ വേണ്ടിയിട്ട്. എല്ലാം പെട്ടെന്നായിരുന്നു സുഹൃത്തുക്കളെ, വരലും പോക്കും എല്ലാം പെട്ടെന്നായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ അടക്കാനും വെക്കേഷൻ, ഓണത്തിൻ്റെ വെക്കേഷൻ ഉണ്ടല്ലോ, അന്നേരം വിശദമായിട്ട് നമുക്കൊന്ന് എല്ലാവരും പരിചയപ്പെടാം. അതുപോലെ നമ്മൾ പോകാൻ ഇറങ്ങിയ ശേഷം ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ആൾ ഫോട്ടോ എടുക്കുന്ന വിചാരിച്ചിട്ട് പോസ് ചെയ്തതാണ്, പക്ഷേ ഞാൻ വീഡിയോ എടുത്തത് ആൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ കുറേ മുരിങ്ങേൻ്റെ കമ്പെല്ലാം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ഇവിടെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം ഞാൻ കൊണ്ടുപോയി നട്ടതാണ്, പക്ഷെ സക്സസ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ കുറേ ഉണ്ട്. അപ്പോൾ പറ്റുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ചക്ക, മാങ്ങ, തേങ്ങയില്ല, മാങ്ങയില്ല. ചക്ക സീസൺ കഴിഞ്ഞു, എന്നാലും കുറേ എന്തൊക്കെയോ സാധനങ്ങൾ നമ്മുടെ സാധാരണ പറയണ്ടല്ലോ, നമ്മുടെ സ്വന്തം വീട്ടിൽ പോയാൽ അവിടെ ഇല്ലാത്ത എല്ലാ സംഭവങ്ങളും കെട്ടിപ്പെറുക്കി കൊണ്ടുവരുമല്ലേ. അത് വേണോ വേണ്ടി ഒന്നും ചിന്തിക്കൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തെല്ലോ സംഭവങ്ങളെല്ലാം അച്ഛൻ ഡിക്കിയിൽ കയറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 12 മണിയെല്ലാം കഴിഞ്ഞിന് കേട്ടോ. നമ്മൾ വേഗം തന്നെ നാട് പിടിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഇത് നമ്മുടെ അവിടെയുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പം ഗുളികനാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ നമ്മൾ എപ്പം വരുന്നുണ്ടെങ്കിലും പോകുന്നുണ്ടെങ്കിലും അവിടെ നിർത്തിയിട്ട് ഒന്ന് തൊഴുത് അങ്ങനെ മാത്രമേ പോകാറുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തിരിച്ചു ഗൈസ്. ശരിക്കും വീട്ടിൽ വന്നിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ബേജാറാണേ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചീമേനിയാണ് കേട്ടോ. കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ചീമേനി നമ്മൾ എന്തെങ്കിലും നല്ല വ്യൂ ആണ്. അപ്പം ഇപ്പോൾ ഓണത്തിൻ്റെ സീസൺ ആവാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പാറ മൊത്തം നമ്മുടെ കാക്കാപ്പൂ കൊണ്ട് നിറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കാക്കാപ്പൂ കണ്ട ആ ഒരു ഇതിൽ നമ്മൾ ഏട്ടനുണ്ട് വണ്ടി സൈഡാക്കി. പിന്നെ നമ്മൾ വിചാരിച്ചു ഏതായാലും ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി. അങ്ങനെ പൊതുവേ അങ്ങനെ നിൽക്കാറില്ല, പക്ഷെ എന്തോ പെട്ടെന്ന് ആൾക്കും തോന്നി നല്ല വ്യൂ ആണ് കാണാൻ. അപ്പം നമ്മൾ ഏതായാലും വീഡിയോ എടുത്ത് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് കുറച്ച് സമയം അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചപ്പോൾ കാക്കപ്പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നാട്ടിലും എന്താ പറയുകയെന്ന് അറിയില്ല. ശരിക്കും നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം പൂക്കള മത്സരമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് സമയം ഇരുന്ന് നമ്മൾ പറിച്ച് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു പൂവാട്ടോ ഇത്. എന്തൊരു ഭംഗിയാണ് അത്. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയൊന്നും ഇപ്പം കിട്ടുന്നില്ല. ഒരു എന്താ പറയുക, ആ ഒരു വൈബ്, അതൊരു ഒന്നൊന്നര വൈബാണ് ശരിക്കും. അപ്പം നമ്മൾ മത്സരിച്ചാട്ടോ പൂവൊക്കെ പറിക്കലതിന് ശേഷം നമ്മൾ ഫോട്ടോ എല്ലാം എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നേരെ ഏതായാലും വേഗം തന്നെ പോകാമെന്ന് പറഞ്ഞ് വേഗം വണ്ടി കയറി. അങ്ങനെ നമ്മൾ അനിയത്തിനെയും ഹസ്ബൻഡിനെയും അവരുടെ വീട്ടിൽ പിക്ക് ചെയ്ത ശേഷം നമ്മൾ നേരെ
വന്നത് പെരളശ്ശേരി അമ്പലത്തിലാട്ടോ. ഇവിടെ വന്നിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നമ്മൾ തൊഴാൻ കയറിയിട്ടില്ല. ഏട്ടന് കുറച്ച് പൂവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൂവ് ഒന്ന് കളക്ട് ചെയ്യാൻ കുറേ സ്ഥലത്ത് നമ്മൾ നോക്കി. അപ്പോൾ അമ്പലത്തിൽ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പൂവും വാങ്ങി അമ്പലത്തിൽ ഇറങ്ങിയ അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ ചന്തയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ ടോയ്സ് വാങ്ങാത്ത പരിപാടി ഇല്ലല്ലോ. അപ്പം നമ്മൾക്ക് രണ്ടാൾക്കും ഓരോരോ ടോയ്സും വാങ്ങി ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് മടങ്ങി ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷം ഇത്ര മാത്രം കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കണക്കാണ് രാവിലെ പോയാൽ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുളിച്ച് സെറ്റായി ഒക്കെ റെഡിയായി. ശരിക്കും ഒരു ദിവസം പോയത് അറിഞ്ഞിട്ടില്ല. ശരിക്കും യാത്ര രാവിലെ കയറി ഉച്ചയാകുമ്പോൾ എത്തി. അങ്ങനെ